മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ വളരെ നിസ്സാരമാക്കി കണ്ടുകൊണ്ട് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു മാർക്ക് പോലും പോവില്ല, ഉറപ്പാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കോ ഒക്കെ പ്രൊഫൈൽ വരും. അപ്പോൾ നിങ്ങളവർക്ക് ഇത് തന്നെ വെറുതെ അതിലേക്ക് എഴുതി വെച്ച 8 മാർക്ക് കിട്ടില്ലെന്ന് ഒരിക്കലും അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത്തവണ പ്രൊഫൈലിന് ഫുൾ മാർക്ക് വാങ്ങിക്കും മിസ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു എനർജി കൂടുകയും ചെയ്യും, നമ്മുടെ ഓർമ്മയിൽ അത് കുറേ നിൽക്കുകയും ചെയ്യും. നമുക്ക് അങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആളുടെ പേര് തന്നിട്ടുണ്ടാവും. നമ്മൾ നേരെ കയറി എന്ത് ചെയ്യും? ഇപ്പോൾ APJ അബ്ദുൽ കലാം ആണെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. നമ്മൾ പ്രൊഫൈൽ എഴുതുന്നതിന് മുന്നേ ആദ്യം തന്നെ ഹെഡിങ് കൊടുത്തിരിക്കണം. ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നാണെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുത്തതിന് ശേഷം അവർ ജനിച്ച വർഷവും മരിച്ച വർഷവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ബ്രാക്കറ്റിലാക്കി നമ്മൾ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തു, എന്നിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം പിന്നെ അവിടെ കുറച്ച് ഗ്രാമേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ എന്ന് ഒരിക്കലും എഴുതരുത്. അപ്പം നോർമൽ എല്ലാ കുട്ടികളും എഴുതുന്നത് പോലെ ആയിപ്പോൾ നമ്മുടെ ആൻസർ. നമ്മൾ അങ്ങനെയല്ല എഴുതണേ. APJ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ നമുക്ക് സ്പെഷ്യലായിട്ട് അലങ്കരിച്ച പദവികളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അല്ലെങ്കിൽ ആരാണോ നമുക്ക് തരുന്ന പ്രൊഫൈലിൽ തരുന്ന വ്യക്തിനെ പറ്റിയിട്ട് ഉള്ള അയാൾ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തരും. അത് ഇതിലേക്ക് ചേർത്ത് വേണം ഫസ്റ്റ് ഇൻട്രോ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ APJ അബ്ദുൽ കലാം ആണെങ്കിൽ ദ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ദ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ, ദ ഫേമസ് ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആള് വാസ് ബോൺ ഓൺ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രാമേഴ്സ് ആണ്. ഈ ഗ്രാമർ ശ്രദ്ധിക്കണം. അതായത് ഡേറ്റ് തരുമ്പോൾ വാസ് ബോൺ ഓൺ, ഓൺ ആണ്, ഓൺ 22nd ഓഗസ്റ്റ്. ഇനി വർഷം തരുമ്പോൾ ഇൻ 2019. സ്ഥലം 2 സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്ഥലത്തിൻ്റെ കൂടെ അറ്റും രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ കൂടെ ഇന്നും ചേർക്കണം. സോ വാസ് ബോൺ ഓൺ 22nd ഓഗസ്റ്റ് ഇൻ 2019 അറ്റ് മുംബൈ ഇൻ ഇന്ത്യ. 2 സ്ഥലം അവിടെ തന്നിട്ടുണ്ട്. പിന്നെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. അത് ബോൺ തന്നാൽ ബോൺ, വാസ് ബോൺ. ജോയിൻ തന്നാൽ ജോയിൻഡ്, മാരീസ് മാരീഡ് ടു, ഡെത്ത് ആണെങ്കിൽ പാസ്ഡ് അവേ ഇൻ എന്ന് പറഞ്ഞിട്ട് 2020 അല്ലെങ്കിൽ ഏതാണോ ആ ഡേറ്റ് തന്നിരിക്കുന്നത് അത് എഴുതണം. ഇനി ഇവിടെ നോക്കി, അതായത് അപ്പോൾ ഇനിയിപ്പോൾ ആരുടെയാണോ നമുക്ക് തരുന്നത് അത്. ഇപ്പോൾ അവർ ഡയറക്ടർ, പ്ലെയർ, റൈറ്റർ, ലീഡറൊക്കെ ആണെങ്കിൽ ഹി ഓർ ഷീ മരണപ്പെട്ട ആളാണെങ്കിൽ ഹി വാസ് എ ഫേമസ് ഡയറക്ടർ, ഫേമസ് മലയാളം ഡയറക്ടർ, വാസ് ഓണേർഡ് വിത്ത്. ഷീ ഓർ ഹി ഈസ് ലക്കി ടു ഹാവ് ലവിങ് പാരൻസ്, ഹി ഓർ ഷീ ഹാഡ് ആൻ ഇവൻഫുൾ ചൈൽഡ്ഹുഡ്. ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി പഠിച്ച സ്ഥലങ്ങൾ തരുന്ന സമയത്ത് ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ അറ്റ്, എന്നിട്ട് ആ ഒരു പഠിച്ച സ്ഥലത്തിൻ്റെ പേര് എഴുതാം. ഹി റോട്ട് മെനി ബുക്സ്, സം ഓഫ് ദം ആർ, അതിൽ ചിലത്, സം ഓഫ് ദം ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ബുക്കുകളുടെ പേരൊക്കെ എഴുതാം. ദെൻ അടുത്തത് ഹി ഓർ ഷീ ഗോട്ട് മെനി അവാർഡ്സ്, എന്നിട്ട് അവാർഡ്സ് തന്നിട്ടെങ്കിൽ സം ഓഫ് ദം ആർ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാം. ഇനി ഇത് നമുക്ക് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? ഹി ഓർ ഷീ ഈസ് എ മാൻ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. പിന്നെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? ഈ സെൻറ്റൻസും ചേർക്കാം. ഇത് നിങ്ങൾ ചേർക്കണേ. ഹി സ്റ്റിൽ lives through the minds of so many. ഫിലിം ലവർ ആണെങ്കിൽ സോ മെനി ഫിലിം ലവേഴ്സ്, ബുക്ക് ആണെങ്കിൽ സോ മെനി ബുക്ക് ലവേഴ്സ്, സോ മെനി റീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പ്രൊഫൈൽ എഴുതാൻ. നേരെ കയറി വെറുതെ ഈസ് വാസ് ചേർത്ത് അങ്ങനെ എഴുതാതെ തുടങ്ങുമ്പോൾ ഇതേപോലെ വാസ് എ ദ ഫേമസ് ഇന്ത്യൻ മൂവി ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുമല്ലോ സംഭവങ്ങൾ, അത് ചേർത്ത് എഴുതണം. എന്നിട്ട് നമ്മളൊരു ബോക്സിലാണ് എഴുതേണ്ടത്, നല്ല വൃത്തിക്ക് എഴുതുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാർക്ക് പോലും കളയാൻ ഒരു ടീച്ചർക്കും ഇതിൽ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ പ്രൊഫൈൽ വന്നാലും റിപ്പോർട്ടഡ് സ്പീച്ച് വന്നാലും പക്ഷെ എന്ത് ചെയ്യണം? ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് നമ്മൾ നേടണം കേട്ടോ. നേടുമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.